ഞാനിവിടെ ഒന്ന് പറയാൻ പോകുന്നത് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലെ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേജാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സ്റ്റേജ് വരുന്നത് അവിടെ മെയിനായിട്ട് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വർക്കാണോ ചെയ്യേണ്ടത്, എന്തൊരു സോഫ്റ്റ്വെയർ ആണോ അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോലെ തന്നെ റിക്വയർമെൻറ്റ് എഞ്ചിനീയർ എന്നുള്ളൊരു പേര് തന്നെ ഉണ്ട്. അതായത് റിക്വയർമെൻറ്റിൻ്റെ മാത്രം ഒരു സെക്ഷൻ. അപ്പോൾ ആ ഒരു സെക്ഷൻ തന്നെ അതൊരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിനായിട്ട് ഉള്ള സ്റ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ തൊട്ടിട്ട് ഇങ്ങനെ വരുന്ന ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസുകൾ എല്ലാം തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വീണ്ടും വേറെയും ഒരുപാട് ടാസ്കുകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ടാസ്ക്കാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്. അപ്പോൾ എന്തായിരിക്കും റിക്വയർമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പറയുമ്പോൾ ദ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ടാസ്ക് ആൻഡ് ടെക്നിക്സ് ദാറ്റ് ലോഡ് ടു ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിക്വയർമെൻറ്റ് ഈസ് കോൾഡ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്. അതായത് നമ്മുടെ ആ വർക്ക് ചെയ്യാൻ ആവശ്യം അല്ലെങ്കിൽ ടെക്നിക്ക് ചെയ്യാൻ ആവശ്യമായ കളക്ഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഡെവലപ്പിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോസസ്സ് തുടങ്ങുന്നത് ഫസ്റ്റിലെ കമ്മ്യൂണിക്കേഷൻ മുതലാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സ്റ്റേജ് മുതൽ തുടങ്ങി അത് ഡിസൈൻ പ്രോസസ്സിലൂടെ പോയി മോഡലിങ്ങിലോട്ട് എത്തി നിൽക്കും. ആ മോഡലിങ്ങിലോട്ട് കൂടി റിക്വയർമെൻറ്റ് എഞ്ചിനീയർ എന്നുള്ള പ്രോസസ്സ് അവസാനിച്ചു. പിന്നെ നമ്മൾ കോഡിംഗ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോഡിങ് അങ്ങനെ ടെസ്റ്റിങ് അങ്ങനെ പോകും. അപ്പോൾ അതുവരെ നമുക്ക് റിക്വയർമെൻറ്റ് ആവശ്യാനുസരണം നമുക്ക് കളക്ട് ചെയ്യാം. ആ റിക്വയർമെൻറ്റ് നമുക്കൊരു വർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ആ വർക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അറിഞ്ഞോളന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഏരിയ അറിയുന്നുണ്ടാവുള്ളൂ. വേറൊരു ഫീൽഡിൽ നിന്നും ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു പോയി കാണേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് അവിടെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കും. അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളോ അതുപോലുള്ള മറ്റു റിസോഴ്സുകളോ നോക്കി അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സബ്ജക്റ്റിനോട് എക്സ്പേർട്ടായ ആളുകളുമായിട്ട് ചർച്ച ചെയ്ത്, ഒരു ഫേമിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റ് എക്സ്പേർട്ടേഴ്സ് ഉണ്ടായിരിക്കും, അവരോടെല്ലാം സംസാരിച്ച് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കും. അങ്ങനെ ആവശ്യാനുസരണം റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ കളക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. അതായത് കളക്ട് ചെയ്ത് പിന്നെ ഒരു ഫിൽട്രൈസേഷൻ അനാലിസിസ് പ്രോസസ്സ് നടത്തി വേണ്ടത് മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ റിമൂവ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മുതൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മോഡലിങ്ങിലോട്ട് അവസാനിക്കുന്ന ഒരു രീതിയാണ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കുള്ളൊരു കാൽവെപ്പാണ്. അതായത് ബ്രിഡ്ജാണ് എന്ന് പറയാം. അങ്ങോട്ട് എത്രമെങ്കിൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് കൂടിയത്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന പ്രോസസ്സ് നടക്കാതെ ഒരിക്കലും ഡിസൈൻ ചെയ്യാനോ ആ ഡിസൈൻ ചെയ്ത ഭാഗം കൺസ്ട്രക്ട് ചെയ്യാനോ കഴിയില്ല. അതുമാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോസസ്സ്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രൊവൈഡ്സ് ദ അപ്രോപ്രിയേറ്റ് മെക്കാനിസം ഫോർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ കസ്റ്റമർ എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് റിക്വയർമെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അനലൈസിങ് നീഡ്, അസസിങ് ഫീസിബിലിറ്റി, നെഗോസിയേറ്റിംഗ് ദ റീസണബിൾ സൊല്യൂഷൻ. അത് അനാലിസിസ് നീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ള റിക്വയർമെൻറ്റ്സ് തന്നെയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് ഒരു ടെസ്റ്റ് ചെയ്യും. അതാണ് അനാലിസിസിങ് നീഡ് എന്ന് പറയുന്നത്. അസസിങ് ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഉള്ള റിക്വയർമെൻറ്റിനെ നമുക്ക് യൂസ് ചെയ്ത് കഴിയുന്ന രൂപത്തിലാണോ, ഈ ഒരു വർക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണോ, ഈ പ്രൊജക്റ്റിന് ആപ്റ്റ് ആയതാണോ എന്നുള്ളത് സ്റ്റഡി. പിന്നെ നെഗോസിയേറ്റിംഗ് എ റീസണബിൾ സൊല്യൂഷൻ, അതായത് ഇതിലോട്ട് അപ്ലൈ ചെയ്ത്, അതായത് പ്രയോറിറ്റി ഉള്ളതിനെ കൂടുതൽ നിലനിൽപ്പ്, അതായത് പ്രയോറിറ്റി വരുമ്പോൾ നമ്മൾ ഒരുപാട് റിക്വയർമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രയോറിറ്റി ഉള്ളതിനെ എടുത്തിട്ട് മറ്റതിനെ ഒഴിവാക്കുന്ന പ്രോസസ്സ്.
പിന്നെ വാലിഡേറ്റിംഗ് ദ സ്പെസിഫിക്കേഷൻ. വാലിഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ്സിന് ഉള്ള വാലിഡിറ്റി എത്രത്തോളം ഉണ്ട്. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത റിക്വയർമെൻറ്റ്സിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതല്ല കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ റിക്വയർമെൻറ്റ്സിന് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ആ ഒഴിവാക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വർക്കിന് അത്ര നിലനിൽപ്പേ ഉണ്ടാവുള്ളൂ, ആ ഒരു പ്രൊജക്റ്റ് വർക്കിനും അത്ര തന്നെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ റിക്വയർമെൻറ്റ്സ് തിരഞ്ഞെടുക്കുന്നത്. മാനേജിങ് റിക്വയർമെൻറ്റ്സ്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 7 ടാസ്ക്കാണ്. 7 ടാസ്ക് ആണ് ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ് എന്താണ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിൽ പറഞ്ഞ കസ്റ്റമറിൻ്റെ വാണ്ട്, അനലൈസിങ് നീഡ്സ്, അസസിങ് ഫീസിബിലിറ്റി, നെഗോഷിയേറ്റിംഗ് ദ റീസണബിൾ സൊല്യൂഷൻ, സ്പെസിഫൈങ് ദ സൊല്യൂഷൻ അനാമിഗസ്ലി, വാലിഡേറ്റിംഗ് ദ സ്പെസിഫിക്കേഷൻ ആൻഡ് മാനേജിങ് ദ റിക്വയർമെൻറ്റ്സ്. ഇതെല്ലാം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 7 ടാസ്കുകൾ. ഇത് 7 ടാസ്കുകൾ തന്നെയാണ് നമുക്ക് അപ്പുറത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. എങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒന്ന്, കസ്റ്റമറിൻ്റെ ആവശ്യം മനസ്സിലാക്കൽ, അത് അനലൈസ് ചെയ്യൽ, അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി, നെഗോസിയേഷൻ, പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ദെൻ വാലിഡേഷൻ. ഇത്രയും കാര്യങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റും കൂടി ചേർന്നാൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഒന്നുകൂടി പറയുന്നു, അതായത് കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണമുള്ള റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുക, ആ റിക്വയർമെൻറ്റിനെ അനലൈസ് ചെയ്തിട്ട് ആവശ്യാനുസരണം ഫിൽട്ടർ ചെയ്യുക, പിന്നെ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി, അത് നമ്മുടെ വർക്കിന് ആപ്റ്റാണോ, വർക്ക് ചെയ്യാൻ കഴിയുന്ന റിക്വയർമെൻറ്റ്സ് ആണോ എന്ന് മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് കളക്ട് ചെയ്യുക. ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഒരേ മോഡലുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഏതാണോ പ്രയോറിറ്റി കൂടിയത്, ആ പ്രയോറിറ്റി കൂടിയതിന് നമ്മൾ സെലക്ട് ചെയ്യുക. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക, വാലിഡിറ്റിക്ക് അനുസരിച്ച് നമ്മൾ നിലനിർത്തുക. പിന്നെ നമുക്കതിലെന്തെങ്കിലും അപ്ഡേഷൻ വേണം എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, വേണ്ടാത്തതിന് റിമൂവ് ചെയ്യുക. ഇത്തരം പ്രോസസ്സുകൾ കൂടിച്ചേർന്ന റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ആയി. ആ 7 ടാസ്കുകളാണ് നമ്മൾ ഒരു തരത്തിൽ ആയി പറയുന്നത്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും 7 ടാസ്ക്കാണ്. 1 ഇൻസെപ്ഷൻ, 2 എലിസിറ്റേഷൻ, 3 ഇലാബറേഷൻ, 4 നെഗോസിയേഷൻ, 5 സ്പെസിഫിക്കേഷൻ, 6 വാലിഡേഷൻ, ലാസ്റ്റ് 1 മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം. നമ്മൾ ഒരു തന്ന വർക്കിനെ മനസ്സിലാക്കി കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നത്. കസ്റ്റമർ വാണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. കസ്റ്റമറിൻ്റെ ആവശ്യം മനസ്സിലാക്കി, കസ്റ്റമറിൻ്റെ ഡിസയർ, ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഡിസയർ ചെയ്യുക. അതാണ് ഇൻസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായൊരു കമ്മ്യൂണിക്കേഷൻ വഴി അല്ലെങ്കിൽ കൊലാബറേഷൻ വഴി മാത്രമേ നടക്കുകയുള്ളൂ. കസ്റ്റമറുമായിട്ടും സബ്ജക്റ്റ് എക്സ്പേർട്ടുമായിട്ടും ഉള്ള നമ്മുടെ സബ്ജക്റ്റ് നോളജും എല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള എഫക്റ്റീവായൊരു കമ്മ്യൂണിക്കേഷൻ വഴി മാത്രമേ കറക്റ്റായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇൻസെപ്ഷൻ. കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം എഫക്റ്റീവായിട്ടുള്ള ഒരു കളക്ഷൻ. ഇതൊക്കെ ശരിക്കും കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും വഴി മാത്രമേ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമറാണ്, അവർ തമ്മിലുള്ള കസ്റ്റമറുമായിട്ടുള്ള കൊളാബറേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരിക്കലും കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും കസ്റ്റമറിൻ്റെ ഡിസയറിനനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ് ഇൻസെപ്ഷനിൽ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ എലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് എലിസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളവിടെ നേരത്തെ പറഞ്ഞ അനാലിസിസ് എന്ന സ്റ്റേജ്, നമ്മൾ കളക്ട് ചെയ്ത റിക്വയർമെൻറ്റ്സിനെ വേണ്ടാത്തതിനെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കുക, ആവശ്യാനുസരണമുള്ളത് എടുക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എല്ലാ റിക്വയർമെൻറ്റ്സിനെയും കളക്ട് ചെയ്യലാണ്. അത് ഓരോന്നിന് പോകുമ്പോഴും കിട്ടുന്ന എല്ലാം എടുത്തു വെച്ചിട്ട് അവസാനം ആ ഒരു ഡോക്യുമെൻറ്റേഷനെ നമ്മൾ ഇല്ലാത്തതിനെ ഒഴിവാക്കി അത്യാവശ്യമുള്ളതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് വയ്ക്കുക. അതാണ് എലിസിറ്റേഷൻ. മറ്റൊരു തരത്തിൽ നമ്മളോട് പറഞ്ഞു റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് എന്നുള്ള പ്രോസസ്സ് അനാലിസിസിങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ യൂസറിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ടും അത് ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന രൂപത്തിലുമുള്ളതിനെ മാത്രം നിലനിർത്തി അത്യാവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യുക. എല്ലാ റിക്വയർമെൻറ്റ്സിനെയും കൂടി ഒരുമിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല, ആവശ്യമുള്ളതിന് നിലനിർത്താം. ഇലാബറേഷൻ എന്ന് പറയുന്നത് ഈ 2 സ്റ്റെപ്പും കൂടി കൂടിച്ചേർന്നതാണ്. അതായത് ഇൻസെപ്ഷനും എലിസിറ്റേഷനും കൂടി കൂട്ടിച്ചേർന്ന് പറഞ്ഞതാണ് ഇലാബറേഷൻ. ദ ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ കസ്റ്റമർ ഡ്യൂറിങ് ഇൻസെപ്ഷൻ ആൻഡ് എലിസിറ്റേഷൻ ഈസ് എക്സ്പാൻഡഡ് ആൻഡ് റിഫൈൻഡ് ഡ്യൂറിങ് ഇലാബറേഷൻ. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടും അനാലിസിസ് അനുസരിച്ചിട്ടുമുള്ള റിക്വയർമെൻറ്റ്സിനെ കളക്ട് ചെയ്യലാണ് ഇലാബറേഷൻ. രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇലാബറേഷൻ. ദ ടാസ്ക് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് എ റിഫൈൻഡ് റിക്വയർമെൻറ്റ്സ് മോഡൽ ദാറ്റ് ഐഡൻറ്റിഫൈസ്
various aspects of software function, behavior and information. It is driven by the creation and refinement of your scenarios that describe how a user will interact with the system. ഈ ഒരു കിട്ടിയ ഇൻസെപ്ഷനിലൂടെ ആയാലും എലിസിറ്റേഷനിലൂടെ ആയാലും കിട്ടിയ റിക്വയർമെൻറ്റ്സിനെ എങ്ങനെ സിസ്റ്റവുമായി ഇൻട്രാക്ട് ചെയ്ത് ഡിസൈനിങ്ങിലോട്ട് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇലാബറേഷൻ പറയുന്നത്. ഇൻസെപ്ഷൻ പ്ലസ് എലിസിറ്റേഷനാണ് ഇലാബറേഷൻ എന്ന് പറയുന്നത്. നാലാമത് നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്രയോറിറ്റൈസേഷനാണ്. അതായത് കിട്ടിയ റിക്വയർമെൻറ്റ്സിൻ്റെ അനാലിസിസ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം പ്രയോറിറ്റീസ് റാങ്ക് കൊടുക്കുക. അതായത് ഏറ്റവും കൂടുതൽ നീഡ്സ് ഏതിനാണ് അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ എല്ലാ റിക്വയർമെൻറ്റ്സും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ് ഉള്ള റിക്വയർമെൻറ്റ്സിൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കണം അതിനനുസരിച്ചിട്ട് നിലനിർത്തുക. അതിലേത് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടത് പിന്നെ യൂസ് ചെയ്യേണ്ടത് ആ ഒരു പ്രയോറിറ്റൈസേഷനാണ് നെഗോസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലതരത്തിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ചിലപ്പോൾ ഒന്ന് കോസ്റ്റ് ആവാം. ചില റിക്വയർമെൻറ്റ്സിന് കോസ്റ്റ് അധികമായിരിക്കാം. ചിലത് അത് ലഭിക്കാനുള്ള റിസ്ക് ഉണ്ടായിരിക്കാം. കാരണം ആ ഒരു റിക്വയർമെൻറ്റ്സ് നമുക്ക് ഗെയിൻ ചെയ്യാൻ റിസ്ക് ആയിരിക്കാം. അങ്ങനെ പല പല സിറ്റുവേഷൻ അനുസരിച്ചും നമുക്ക് പ്രയോറിറ്റി തീരുമാനിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കുന്നതാണ്. പിന്നെ ഇൻറ്റേർണലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും എക്സ്റ്റേണലായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനെ ചില റിക്വയർമെൻറ്റ്സ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ടാണ്, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും എൻജിനീയേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും അനുസരിച്ചിട്ടാണ് പ്രയോറിറ്റൈസേഷൻ എന്നുള്ള കാര്യം പ്രയോറിറ്റി ചെയ്യുന്നത്. അപ്പോൾ നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ പ്രയോറിറ്റൈസേഷനാണ്. അത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് മനസ്സിലാക്കുക. കോസ്റ്റ്, റിസ്ക്, പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എൻജിനീയർ സാറ്റിസ്ഫാക്ഷൻ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞുകൊണ്ടാണ് പ്രയോറിറ്റി തീരുമാനിക്കുന്നത്. അഞ്ചാമത്തത് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കിട്ടിക്കഴിഞ്ഞ റിക്വയർമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ എഴുതൽ. അതായത് ഒരു മോഡൽ ഫോർമാറ്റിൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് മോഡൽ എന്നുള്ളൊരു ഒരു മോഡൽ ഫോർമാറ്റിലേക്ക് എഴുതുന്ന രീതിയാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ഡോക്യുമെൻറ്റേഷനാണ്. SRS ഡോക്യുമെൻ്റ്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. നമുക്ക് കിട്ടിയ കാര്യങ്ങളെ ഡോക്യുമെൻ്റായി, അതായത് റിട്ടേർഡ് ആയിട്ട് എഴുതുന്ന സംഭവമാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത് വാലിഡേഷനാണ്. വാലിഡേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ കളക്ട് ചെയ്ത പ്രയോറിറ്റൈസ് ചെയ്ത റിക്വയർമെൻറ്റ്സിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ്. കാരണം ചില റിക്വയർമെൻറ്റ്സിന് അധികകാലം നിലനിൽപ്പ് ഉണ്ടാവില്ല. അതേസമയം ചില റിക്വയർമെൻറ്റ്സ് ലൈഫ് ലോങ് ആയിരിക്കും. അപ്പോൾ ചിലത് നിലനിൽക്കാത്ത റിക്വയർമെൻറ്റ്സ് ആകുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പ്രൊജക്റ്റിനെ തന്നെ ബാധിക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ടാണ് എഞ്ചിനീയറിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിക്വയർമെൻറ്റ് വാലിഡേഷൻ എക്സാമിൻസ് സ്പെസിഫിക്കേഷൻ ടു എൻഷുർ ദാറ്റ് ഓൾ software requirements have been started unambiguously. The inconsistencies, omissions and errors have been detected and corrected. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വരും. വാലിഡേഷൻ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ ഈ ഒരുപാട് പ്രശ്നങ്ങൾ, എറേഴ്സ് വരും. അത് ഒഴിവാക്കേണ്ടി വരും, കണ്ടെത്തേണ്ടി, കറക്റ്റ് ചെയ്യേണ്ടി, അങ്ങനെ പല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാലിഡേഷൻ എന്നുള്ളതും ഒരു ഫീച്ചറാണ്. ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റാണ്. റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്. അതായത് ആ പ്രൊജക്റ്റ് ടീം ഐഡൻറ്റിഫൈ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ട്രാക്ക് റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ് മാനേജർ. റിക്വയർമെൻറ്റ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് നിർത്താമെന്ന്. റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റിക്വയർമെൻറ്റിലുള്ള അപ്ഡേഷനുകൾ, അതിൻ്റെ ട്രാക്ക് പറയുമ്പോൾ അതിൻ്റെ ആ പ്രയോറിറ്റീൻ്റെ ട്രാക്ക്, പിന്നെ അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകലാണ് റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞത്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്താണ്, അതിലെ 7 ടാസ്കുകൾ എന്താണ് എന്നാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ 7 ടാസ്ക് എന്ന് പറയുമ്പോൾ ഇൻസെപ്ഷൻ, elicitation, elaboration, negotiation, specification, validation and management. ഇത്രയാണുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.